ഇന്നത്തെ ടോപ്പിക്ക് ഈ ബീഫ് കറിയാണ് കേട്ടോ. UAE വന്നിട്ട് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഇന്ത്യൻ ബീഫിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എത്ര നന്നായിട്ട് വെച്ചാലും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടില്ലായിരുന്നു. പിന്നെ ആ പ്രശ്നത്തിന് പരിഹാരം എന്നോണം ഫ്രണ്ട്സിൻ്റെ റെക്കമെൻഡേഷൻ്റെ പുറത്താണ് കേട്ടോ ഞങ്ങൾ ഈ ബോബി വീൽ ട്രൈ ചെയ്യുന്നത്. നെസ്റ്റോ, ലുലു പോലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. വലിയൊരു പീസായിട്ടാണ് ഇത് വരുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല ടാസ്ക് പിടിച്ച പണിയായിരുന്നു. എനിക്കുണ്ടല്ലോ എപ്പോഴൊക്കെ ബീഫ് വെച്ചാലും ഓർമ്മ വരുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ സ്റ്റോറി. ഇതിനു മുന്നേ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു പാർട്ടീഷനിലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾക്കൊപ്പം മലയാളീസ് അല്ലാണ്ട് കർണാടകക്കാരും ഉണ്ടായിരുന്നു. ഒരു സൺഡേ യൂഷ്വലി ബീഫ് വെക്കുന്ന പോലെ ഞാൻ ബീഫ് വെക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫാമിലിയിലെ ലേഡി ഷീ കെയിം ടു മീ ആൻഡ് ആസ്ക്ഡ് നീ ബീഫ് കഴിക്കുമോ എന്ന്. ഷീ നോസ് ദാറ്റ് ഞങ്ങൾ ഇൻ്റർഫെയ്ത്ത് മാരേജ് ആണെന്നും ഞാൻ ഹിന്ദു ആണെന്നും. ഞാൻ ഒന്ന് ഷോക്കായി കേട്ടോ പെട്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു യെസ് കഴിക്കും. കേരളത്തിൽ ഈ റിലീജിയൻ ബേസ്ഡ് ആയിട്ടൊന്നും അല്ല ഫുഡ് കഴിക്കുന്നത്. അവനവന് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ കഴിക്കും. പെട്ടെന്ന് എൻ്റെ ഉത്തരം കേട്ടിട്ട് പുള്ളിക്കാരത്തി തന്നെ ഒരു വിയേർഡ് നോട്ടമൊക്കെ നോക്കിയിട്ട് പോയി കേട്ടോ. പക്ഷെ അന്നേരം ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തു. നമ്മൾ കേരളമൊക്കെ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബീഫ് കറിയുമായി. ഇനി നമ്മുടെ ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെച്ചതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, അത്ര സുഖം തോന്നിയില്ല.